ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതെന്താണ് മനസ്സിലായ? ഇതാണ് ആടിൻ്റെ ഇൻറ്റസ്റ്റൈൻ ബോട്ടിയാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കിയ ബോട്ടിയിൽ കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കും. ഒരു 7 വിസിലോളം വേവിച്ചെടുക്കണം. ഒന്ന് പാനിൽ വെളിച്ചെണ്ണ ചേർക്കുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ടിടാം. പിന്നെ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി ഒന്നിട്ട്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു സ്മെല്ല്, വേറെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു സ്മെല്ലോ കാര്യങ്ങളും കിട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെല്ലുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഗീ റോസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗരം മസാലയാണ്. ഇതിൻ്റെ റെസിപ്പി ക്രാബ് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും 2 സ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ആവശ്യത്തിന് കുരുമുളക് ചേർക്കുക. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എടുക്കാൻ നേരത്ത് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ മല്ലിയിലയും ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പെട്ടെന്ന് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിലെ റെസിപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.